അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വിജയം എന്ന് കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നിൽ ആരും അറിയാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിയെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ തെറ്റി. വാഷിംഗ്ടൺ DC അടച്ചിട്ട മുറികളിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങളെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തില്ല, കരാർ നടന്നില്ലെങ്കിൽ ട്രംപിന്റെ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാനും ഇന്ത്യക്ക് മടിയില്ല. ബ്ലൂംബർഗ് പുറത്തുവിട്ട സ്ഫോടനാത്മകമായ റിപ്പോർട്ടിലേക്ക്. സംഭവം നടക്കുന്നത് 2025 സെപ്റ്റംബറിലാണ്. ഇന്ത്യ US ബന്ധം അല്പം ഉലഞ്ഞു നിൽക്കുന്ന സമയം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി അജിത് ഡോവൽ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ചാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഡോവൽ റൂബിയോയോട് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ നോക്കണ്ട, തിരിച്ച് അങ്ങോട്ടും ഭീഷണിപ്പെടുത്തില്ല. മുൻപും ഇതിലും വലിയ ശത്രുതാപരമായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടങ്ങളെ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ 4 വർഷം കാത്തിരിക്കാൻ ഇന്ത്യക്ക് യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം വരുന്ന ഭരണകൂടവുമായി ഞങ്ങൾ ഡീൽ നടത്തിക്കോളാം. ട്രംപ് ഏകപക്ഷീയമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യയുടെ ഈ കടുംപിടുത്തമാണ് അമേരിക്കയെ ഒടുവിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാക്കിയത് എന്ന് വേണം കരുതാൻ. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രംപും അദ്ദേഹത്തിന്റെ സഹായികളും അനുയായികളും ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇന്ത്യൻ കയറ്റുമതിക്ക് മേൽ 50% തീരുവ ചുമത്തി പ്രധാനമന്ത്രി മോദിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി. ഇന്ത്യയെ സ്വേച്ഛാധിപതികളുടെ സുഹൃത്ത് എന്ന് വിളിച്ചു. പീറ്റർ നവാരോയെ പോലുള്ള ട്രംപിന്റെ അനുയായികൾ, ശിങ്കിടികൾ മോദിയുടെ വേഷത്തെയും വിശ്വാസത്തെയും വരെ കളിയാക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ത്യ ഭയന്നില്ല. കാർഷിക മേഖലയിലും പാൽ ഉൽപാദന മേഖലയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ ഇന്ത്യ റെഡ് ലൈൻ വരച്ച് തടുത്തു. ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്നവരല്ല ഞങ്ങളെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ കൂടിക്കാഴ്ചയ്ക്കും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് തിടുക്കത്തിൽ ഈ കരാർ പ്രഖ്യാപിക്കാൻ കാരണം എന്താണ്? അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ കാരണം. അത് വോട്ടർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ട്രംപിനൊരു വിജയം കൂടിയേ തീരൂ. എന്നാൽ ഇന്ത്യക്കോ? നമുക്ക് അങ്ങനെ ഒരു തിടുക്കോ തിരക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ട്രംപ് ഡീൽ ഫൈനലായി എന്ന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടും പ്രധാനമന്ത്രി മോദി അതിനെക്കുറിച്ച് മൗനം പാലിച്ചതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതിരുന്നത്. മോദി സർക്കാർ ഒപ്പിടുന്ന കരാറിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ ഒരൊപ്പും വീഴില്ല എന്നതിന്റെ തെളിവാണിത്. എന്തായാലും ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഒപ്പിടാൻ കഴിയില്ലല്ലോ. ഡോവൽ നൽകിയ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ഒരു നിബന്ധനയ്ക്കും നമ്മൾ തലകുലുക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ ആർട്ട് ഓഫ് ദ ഡീൽ ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല എന്ന് വ്യക്തം. അമേരിക്ക ഒരു വൻശക്തിയാകാം, പക്ഷേ ഇന്ത്യ ഇന്ന് ആരുടെയും ജൂനിയർ പാർട്ണർ അല്ല, തുല്യശക്തിയാണ്. ഭീഷണിപ്പെടുത്തിയാൽ നിസ്സഹകരിക്കാനും ബഹുമാനിച്ചാൽ സഹകരിക്കാനും അറിയാവുന്ന ഒരു പുതിയ ഇന്ത്യ. ട്രംപിന്റെ ഈ തിടുക്കം കാണുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ ഇന്ത്യയുടെ നട്ടലുള്ള നിലപാടാണെന്ന് ഓർക്കുമ്പോൾ അഭിമാനവും തോന്നുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.